CPM-ൽ എങ്ങനെയാണ് സെക്രട്ടറിയെയും പുതിയ കമ്മിറ്റിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്? ഏതെങ്കിലും ഒരു നേതാവോ ഒന്നോ രണ്ടോ നേതാക്കളോ ചേർന്ന് തീരുമാനങ്ങളെടുത്ത് അത് അപ്പാടെ നടപ്പാക്കുകയാണോ? അതോ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആവശ്യമെങ്കിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങാനുമൊക്കെ അവസരം ഉണ്ടോ? ഉണ്ട് എന്നതാണ് CPM ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. ജനാധിപത്യ രീതിയിലാണ് താഴെത്തട്ടിൽ മുതൽ മേൽത്തട്ടിൽ വരെ സെക്രട്ടറിയെയും ജനറൽ സെക്രട്ടറിയെയും കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കുന്നതും ഉപരി സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ അടക്കം തിരഞ്ഞെടുക്കുന്നത്. CPM-ൽ ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ളയാൾ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം CPM കേന്ദ്ര കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആ പുതിയ ആളുകളെ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നു. PB ആണ് പ്രധാനമായും ആദ്യ തലത്തിൽ ഇത്തരമൊരു ചർച്ച നടത്തുക. അങ്ങനെ ഏതെല്ലാം പ്രദേശങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണം, എങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് അങ്ങനെ പ്രാതിനിധ്യം നൽകണോ, പാർട്ടിയിൽ അധിക പ്രാതിനിധ്യം നൽകേണ്ടതുണ്ടോ, വനിതകളായാലും അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർ, അങ്ങനെ മതന്യൂനപക്ഷങ്ങളിൽപ്പെടുന്നുള്ളവർ, അത്തരം വിവിധ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് അധിക പ്രാതിനിധ്യം നൽകേണ്ടതുണ്ടോ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പൊതു മാനദണ്ഡം, പ്രായത്തിൻ്റെ മാനദണ്ഡം, അത്തരം മാനദണ്ഡങ്ങളൊക്കെ പൊതുവായി ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ഒരു പുതിയ പാനൽ തയ്യാറാക്കുന്നു. പുതിയ കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരണം, ആരൊക്കെ നിലനിർത്തണം എന്നുള്ള ഒരു പാനൽ തയ്യാറാക്കുന്നു. ഈ പാനൽ ജനറൽ സെക്രട്ടറി PB-യിലാണ് ആദ്യം പോളിറ്റ് ബ്യൂറോയിലാണ് അവതരിപ്പിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ ചിലപ്പോൾ അപ്പടി തന്നെ അത് അംഗീകരിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം നോക്കിയോ ഒക്കെ ഒന്നുകിൽ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കാം, അല്ലെങ്കിൽ പൊതുവായ സമവായത്തിൽ തീരുമാനിക്കാം. അങ്ങനെ അവർ ഒരു പാനൽ തയ്യാറാക്കുന്നു, കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒരു പാനൽ തയ്യാറാക്കുന്നു. ഈ പാനൽ പിന്നീട് ജനറൽ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിലും സമാനമായ രീതിയിൽ തന്നെയാണ്. വേണമെങ്കിൽ അത് അപ്പടി തന്നെ അംഗീകരിക്കാം, അതല്ല ഇതിൽ ചിലരെ ഒഴിവാക്കണം, ചിലരെ ഇതിൽ പുതുതായി ഉൾപ്പെടുത്തേണ്ടതുണ്ട്, അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നാൽ ചിലപ്പോൾ സമവായത്തിലൂടെ ആ പാനലിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും, ചിലപ്പോൾ ആ പടി തന്നെ അംഗീകരിക്കും. ഇനി സമവായം ഉണ്ടാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങാം. കേന്ദ്ര കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെങ്കിൽ ആ അംഗങ്ങൾ ഭൂരിപക്ഷം പേർ ഏതിന് അനുകൂലമായി വോട്ടെടുപ്പ് നടക്കുന്നു. ഇപ്പോൾ ഒരംഗത്തെ പുതുതായി ഉൾപ്പെടുത്തണം എന്ന് പാനലിന് പുറത്തുനിന്ന് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം അംഗങ്ങൾ അതിനെ അംഗീകരിച്ചാൽ അവരെ ഉൾപ്പെടുത്തും. അതല്ല, ഭൂരിപക്ഷം അംഗങ്ങൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ആ പാനൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പാനൽ, അന്തിമമായ ഒരു പാനൽ തയ്യാറാക്കുന്നു. ഈ പാനലാണ് ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത്. അത് ജനറൽ സെക്രട്ടറിയാവും. നിലവിൽ ആരാണോ ജനറൽ സെക്രട്ടറി, ആ ജനറൽ സെക്രട്ടറിയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടണം എന്നുള്ളൊരു പാനൽ അവതരിപ്പിക്കുന്നു. അവിടെയും അങ്ങനെ തന്നെയാണ്. ഈ പ്രതിനിധികളായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ് അവിടെ ഉള്ളത്. അവരുടെ മുന്നിൽ പാനൽ അവതരിപ്പിക്കുന്നു. പാനൽ അവതരിപ്പിക്കുമ്പോൾ ഈ പാനലിൽ നിന്ന് ചിലരെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ചിലരെ പുതുതായി ഉൾപ്പെടുത്തണമെന്നുള്ള അഭിപ്രായങ്ങൾ പ്രതിനിധികൾക്ക് പറയാം. പ്രതിനിധികൾക്ക് വേണമെങ്കിൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യാം. ആരെങ്കിലുമൊക്കെ അങ്ങനെ അഭിപ്രായങ്ങൾ ഉയരുന്നു, ഇന്ന ആളിനെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരാൾ പേര് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അത്തരം ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അവരുമായി ഒരു അനൗപചാരിക ചർച്ചയൊക്കെ ചിലപ്പോൾ പ്രൊസീഡിയത്തിന് നേതൃത്വത്തിൽ നടത്താറുണ്ട്.